ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 5 ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനി 2 ക്വസ്റ്റ്യൻ എന്നാട്ടോ പറഞ്ഞത്. എനി 2 ക്വസ്റ്റ്യൻസ്. നമുക്കിവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും എന്താക്കിയാൽ മതി, 2 മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിഫറൻസ് കർവ് മാത്രമാണ്. ശ്രദ്ധിക്കുക, 8 മാർക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താക്കണം, നിങ്ങൾ നല്ല രൂപത്തിൽ തന്നെ വിശദീകരിച്ചായിട്ട് എഴുതണം. അപ്പോൾ ആദ്യം പറയുന്നത് മെൻഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ ആദ്യം ഇൻഡിഫറൻസ് കർവ് എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താക്കാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ 2 സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. 2 സാധനങ്ങളുടെ കണക്കാണ് നമ്മൾ ഏകദേശം എല്ലാ സ്ഥലത്തും എക്കണോമിക്സിൽ എഴുതുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഗ്രാഫിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, എക്കണോമിക്സ് വിവരിക്കുന്നത്. ഗ്രാഫിന് എക്സ് വൈ ഇങ്ങനെ 2 വശങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണത്തിന് 2 സാധനങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ 2 വസ്തുക്കൾ മാത്രമേ എന്താവുള്ളൂ നമ്മളെല്ലായ്പ്പോഴും ഒരു ഉദാഹരണമായിട്ട് എടുക്കുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ് നമ്മൾ എന്താവുന്നത് പറയുന്നത്. അപ്പോൾ നോക്കുക, ഒരു എക്സാമ്പിൾ, നിങ്ങൾ 2 സാധനം വാങ്ങുകയാണ്. 2 സാധനം വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് ചായ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഇങ്ങനെ ആക്കാം. ചായയും ബിസ്ക്കറ്റും. ഒരുപാട് ചായയും ഒരുപാട് ബിസ്ക്കറ്റും നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ ബജറ്റിലുള്ള, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് സാധനങ്ങൾ എന്താക്കാൻ പറ്റുള്ളൂ, വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്താക്കുന്നുണ്ടോ, 4 ചായ 2 ബിസ്ക്കറ്റ്. ഒന്നുകിൽ 4 ചായ, അതല്ലെങ്കിൽ 2 ബിസ്ക്കറ്റ്. അതല്ലെങ്കിൽ 3 ചായയും 3 ബിസ്ക്കറ്റും. അതല്ലെങ്കിൽ 2 ചായയും ഒരു 4 ബിസ്ക്കറ്റ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് 1 ചായയും 5 ബിസ്ക്കറ്റ്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കട്ടോ. ഇനിയാണ് നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ 2 സാധനം വാങ്ങുന്ന സമയത്ത്, ടീയും ബിസ്ക്കറ്റും, ഈ 2 സാധനം വാങ്ങുന്ന സമയത്ത് ഒരേ സംതൃപ്തി കിട്ടുന്ന കോമ്പിനേഷനാണ് ഈ പറഞ്ഞതൊക്കെ. 4 ചായ കുടിച്ചാലും 2 ബിസ്ക്കറ്റ് എന്നാലും നിങ്ങൾക്ക് സംതൃപ്തി എന്താണ്, തുല്യമാണ്. ഇനി അത് 3 ചായ 3 ബിസ്ക്കറ്റും ആണെങ്കിലും തുല്യമാണ്. 2ഉം 4ഉം ആണെങ്കിലും 1ഉം 5ഉം ആണെങ്കിലും ഒക്കെ എന്താണ്, തുല്യ സംതൃപ്തിയാണ് നിങ്ങൾക്ക് എന്താവുന്നത്, ഇത് തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻഡിഫറൻസിൻ്റെ അർത്ഥം നോക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നർത്ഥം. അപ്പോൾ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം അല്ലാത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കോമ്പിനേഷൻ വാങ്ങിയാലും, ഈ കോമ്പിനേഷൻ ഇതിലേത് കോമ്പിനേഷൻ വാങ്ങിയാലും നിങ്ങൾക്ക് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്, തൃപ്തി എന്ന് പറയുന്നത് എന്താണ്, തുല്യമാണ്. അപ്പം 2 വസ്തുക്കളിൽ നിന്ന് ഒരേ സംതൃപ്തി കിട്ടുന്ന കോമ്പിനേഷനെയാണ്, അതിൻ്റെ ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ, 2 സാധനങ്ങളുടെ വിവിധ സംയോജനങ്ങൾ, അതായത് നമ്മളിവിടെ ഇങ്ങനെ വരക്കൂലേ, കർവിൻ്റെ രൂപമായിട്ട് പറയണത്. 2 സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരേ സംതൃപ്തി കിട്ടുന്ന 2 സാധനങ്ങളുടെ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പം ഈ കർവിലുള്ള ഓരോ പോയിൻറ്റും, നമ്മളിനി ഇവിടെ വരക്കാൻ പോകുന്ന ഓരോ പോയിൻറ്റും ഉപഭോക്താവിന് എന്തായിരിക്കും, തുല്യ സംതൃപ്തി ആയിരിക്കും നൽകുക എന്ന് നമ്മൾ എന്താക്കുക, മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്താവാണ്, ഇത് ജസ്റ്റ് ഒന്ന് ഗ്രാഫിലേക്ക് മാറ്റുകയാണ്. നമുക്ക് എക്സിൽ നമുക്ക് എന്താക്കുക, ബിസ്ക്കറ്റ് ചേർക്കുക. എക്സിൽ എന്താക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക. 0 1 2 3 4 5 ബിസ്ക്കറ്റ് 5. ഇനി നമ്മൾ വൈയിൽ നമുക്ക് ടീ കൊടുക്കാം. 1 2 3 4 5 കൊടുത്ത്. ഇനി നമ്മൾ നോക്കട്ടോ, ടീ 4 ആയ സമയത്ത് ബിസ്ക്കറ്റ് എത്രയെന്നാണ് പറഞ്ഞത്, 2 ഉള്ളൂ. അപ്പോൾ ഇതാണ് ബിസ്ക്കറ്റിൻ്റെ ലൈൻ. ഇത് ബിസ്ക്കറ്റാണ്, ഇത് ടീ ആണ്. ബിസ്ക്കറ്റിൽ 2 ഇവിടെ, ഇതാ ഇത്. ടീയിൽ 4 അതാ ഇത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ ഇവിടെ അങ്ങനെ ഒരു പോയിൻ്റ് ഇട്ട്. ഇനി അടുത്ത നോക്ക്, ടീ 3. അപ്പോൾ ബിസ്ക്കറ്റ് എത്രയാണ്, 3. അപ്പം ഇതിങ്ങനെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ 3 കൂട്ടിമുട്ടുന്നു, ഇതിങ്ങനെ ഇങ്ങോട്ടും. അപ്പോൾ ഇതാ ഇവിടെ 3. ഇനി അടുത്ത നോക്ക്, 2 4. T2 എന്ന് പറയുമ്പോൾ ഇവിടെ, ഇത് 4 എന്ന് പറയുമ്പോൾ ഇവിടെ.
ഇനി അടുത്തത് 1, 5. അപ്പോൾ അത് ഏകദേശം ഇവിടെ. അപ്പോൾ അതിങ്ങനെ വരച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയാം. ഇത് നമ്മളിവിടെ ഒറ്റ കോമ്പിനേഷനിലാണ് വരച്ചത്. ഇനി നമ്മൾ എന്താക്കുകയാണ്, നമ്മളെ കയ്യിൽ കുറച്ചും കൂടെ കൂടുതൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ എന്താവുന്നു, ഇതിൻ്റെ എണ്ണം എന്താവും, ഇപ്പുറത്തേക്ക് മാറും. ഇനി പൈസ കുറവാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ പൈസ എന്താവും, ഇപ്പുറത്തേക്കും, അതിൻ്റെ ഇതെന്താവും, ഇപ്പുറത്തേക്ക് വരും, അതിൻ്റെ കർവ്. ഇങ്ങനെ ഒന്ന് മാത്രം ഉള്ളെങ്കിൽ അതിന് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഈ ഒന്ന് മാത്രം, നമ്മൾ ആദ്യം വരച്ച ഒന്ന് മാത്രമാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇനിയും ഒന്നിൽ കൂടുതൽ സാധനം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്നും പറയും. ഇൻഡിഫറൻസ് മാപ്പ് എന്നും പറയും. ഓക്കെ, അപ്പം ഇൻഡിഫറൻസ് കർവ് എന്താണെന്നും ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്നുള്ളതും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സാധനത്തിൽ നിന്ന് നമുക്ക് ഒരേ സംതൃപ്തി കിട്ടുന്ന വ്യത്യസ്ത ബിന്ദുക്കളാണ്. അതല്ലെങ്കിൽ അതിനെ ചിത്രീകരിക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഏകദേശം രണ്ടാമത്തേൻ്റെ ഉത്തരം എന്താക്കി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട് സാധനം ഇവിടെ പറയുന്നുണ്ട്. ഈ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ മാപ്പ് 3 വരച്ചില്ലേ, അപ്പോൾ ഇത് ഇൻഡിഫറൻസ് മാപ്പാണ്. ഈ ഇൻഡിഫറൻസ് മാപ്പിൽ പിന്നെ നമ്മൾ കൺസ്യൂമർ സെലക്ട് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്, അല്ലെങ്കിൽ കൺസ്യൂമർക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് ഏതാണ് എന്ന് നമ്മൾ എന്താക്കണം, അടയാളപ്പെടുത്തണം. അതിനെന്താക്കണം, നമ്മൾ അതിൻ്റെ മുന്നേ ഇതിൽ വരയ്ക്കേണ്ട ബജറ്റ് ലൈനും കൂടെ എന്താക്കണം, നമ്മളിതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം. കാരണം ബജറ്റ് ലൈനും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ഇത് എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അതിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയാം. ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും. ഇൻഡിഫറൻസ് കർവ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ബജറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ബജറ്റ് ലൈനിലേക്ക് പോവാം. ബജറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന കോമ്പിനേഷൻ അടയാളപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ബജറ്റ് ലൈൻ എന്ന് പറയാം. നമ്മളതാ ഇവിടെ പറഞ്ഞ് അതേ ബിസ്ക്കറ്റും അതുപോലെ തന്നെ അതേ ചായയും വെച്ചിട്ട് നമ്മൾ എന്താവുകയാണ്, ഇവിടെ ബജറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്തും കൂടെ അറിയണം എന്നറിയോ, ഇൻകം കൂടെ എന്താക്കണം, അറിയണം. ഇവിടെ ഇൻകം 50 വിചാരിക്കുക. കൺസ്യൂമർ ഇൻകം 50. 10 റുപ്യാണ് ചായക്ക്, 10 റുപ്യാണ് ബിസ്ക്കറ്റിന്. ടീക്ക് 10 റുപ്യ, ബിസ്ക്കറ്റിനും 10 റുപ്യ, 50 റുപ്യാണ് മൂപ്പർ എന്ത് പറയണത്, ഈ വരുമാനമുള്ളത്. അപ്പോൾ ഈ വരുമാനം കൊണ്ട് നമ്മളെങ്ങനെയാണ് ഒരു ബജറ്റ് ലൈൻ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ നമ്മളിതാ ഇത് ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ഇതെന്തോ ആയിക്കോട്ടെ, ചായ ആയിക്കോട്ടെ. ഇനി എങ്ങനെ വരക്കേണ്ടി നോക്കിക്കോട്ടോ. പിന്നെ ഇതിങ്ങനെയാണ് സാധാരണഗതിയിലുണ്ടായാൽ P1 ഇൻറ്റു X1 പ്ലസ് P2 ഇൻറ്റു X2. നിങ്ങൾ അങ്ങനെ ഒന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. P1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് എന്നാണ്, പ്രൈസ്. X കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി. ഒന്നാമത്തെ സാധനത്തിൻ്റെ പ്രൈസും ഒന്നാമത്തെ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി, രണ്ടാമത്തെ സാധനത്തിൻ്റെ പ്രൈസ്, രണ്ടാമത്തെ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമ്മളിത് സിമ്പിളായിട്ട് നമ്മൾ വരയ്ക്കാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം ഇവിടെ മതി. ഓക്കെ, അപ്പോൾ നോക്കുക, നമുക്ക് പൂർണ്ണമായിട്ട് അതായത് 50 റുപ്യ നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കുകയാണെന്ന് അറിയാമോ. ആദ്യം നമ്മളത് ഇട്ടോട്ടെ. 2 1 2 3 4 5 1 2 3 4 5. പൂർണ്ണമായിട്ടുള്ള പൈസ, അതായത് മൊത്തം ഇൻകം നമ്മളെന്താവുകയാണ്, ചായക്ക് വേണ്ടി ചിലവഴിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ നമുക്ക് എത്ര ചായ കുടിക്കാൻ പറ്റും, 5 ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി നമ്മൾ പൂർണ്ണമായിട്ടുള്ള പൈസ നമ്മൾ ബിസ്ക്കറ്റിന് വേണ്ടി ചിലവഴിക്കുകയാണ്. നമുക്ക് എത്ര ബിസ്ക്കറ്റ് തന്നാൻ പറ്റും, 5 ബിസ്ക്കറ്റ്. എന്നിട്ട് അപ്പോൾ അതെങ്ങനെ മനസ്സിലായത്, 50 ഡിവൈഡ് ബൈ 10. 50 ഡിവൈഡ് ബൈ 10 അതിൻ്റെ വില കൊണ്ട് അരിച്ച് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എത്ര തിന്നാൻ പറ്റും എന്നുള്ളത് എന്താ മൈമെന്ന് കിട്ടും. ഇത് രണ്ടിനും കൂടി, അതായത് നമ്മൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയാം. ഈ രണ്ട് സാധനത്തിനെ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ ഈ ലൈനിനെയാണ് നമ്മൾ BL ബജറ്റ് ലൈൻ എന്താവുന്നത് പറയുന്നത്. ഇനി ഈ ബജറ്റ് ലൈനും
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ച ഇൻഡിഫറൻസ് മാപ്പ് ഇത് രണ്ടും കൂടെ എന്താക്കണം, കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ടുള്ള ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാനോ പിന്നെ കൺസ്യൂമറുടെ ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയാം. അപ്പോൾ നോക്കാം, നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. നേരത്തെ വരച്ച ഇൻഡിഫറൻസ് മാപ്പ് പ്ലസ് നമ്മൾ ബജറ്റ് ലൈൻ, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നതിനാണ് എന്തെന്ന് പറയാം, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്ന് പറയാം കേട്ടോ. നോക്കതാ, ഞാൻ ഇവിടെ 3 എന്താക്കി ഇൻഡിഫറൻസ് കർവ് എന്താക്കിയിട്ടുണ്ട്, ഞാനിവിടെ വരച്ചിട്ടുണ്ട് 3 ഇൻഡിഫറൻസ് കർവ്. അപ്പം ഇത് ഇൻഡിഫറൻസ് മാപ്പാണ്. ഇനി ഞാൻ എന്താക്കുകയാണ്, ബജറ്റ് ലൈനും ഇതിൻ്റെ കൂട്ടത്തിൽ എന്താകുന്നുണ്ട്, വരക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെയാണ്, അതായത് ഇവിടെ കൂട്ടിമുട്ടീന് കേട്ടോ, ഇവിടെയാണ് കൺസ്യൂമറുടെ ചോയ്സ് എന്ന് പറഞ്ഞത്, ഒപ്റ്റിമൽ ചോയ്സ് എന്നുണ്ട്. ഇനി ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ ഏറ്റവും കൂടുതൽ, അതായത് പിന്നെ കൺസ്യൂമറുടെ വരുമാനം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കൺസ്യൂമർക്ക് സംതൃപ്തി കിട്ടുന്ന പോയിൻ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അത് ഈ പോയിൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ഒരു പോയിൻറ്റും ഇവിടെ ഒരു പോയിൻറ്റും ഇല്ലേ, അപ്പോൾ അതും ആയിക്കൂടെ? അതാവാൻ പറ്റൂല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഇത് ഈ കർവിനെക്കാട്ടും കൂടുതൽ സാധനം എന്തുണ്ട്, ഈ കർവിലുണ്ട്. ഈ കർവിനെക്കാട്ടും കൂടുതൽ സാധനം ഈ കർവിലുണ്ട്. ഈ കർവിലെത്താൻ നമ്മളെ കയ്യിൽ എന്തില്ല, ക്യാഷില്ല. നമ്മൾ ക്യാഷ് വെച്ചായിട്ട് വരയ്ക്കുന്നതാണ് ഈ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വരുമാനം വെച്ചിട്ട്. അപ്പോൾ മാക്സിമം ഇത്ര എന്താവുള്ളൂ, പോവുള്ളൂ. ഇതിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര സാധനം എന്തില്ല, ഇതിലില്ല. അപ്പോൾ കൺസ്യൂമർക്ക് എന്തില്ല, ഇതിൻ്റെ അത്ര സംതൃപ്തി എന്താവില്ല, അയിമന്ന് കിട്ടൂല. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തേൻ്റെ നമ്മൾ പൂർണ്ണമായിട്ട് ആൻസർ ചെയ്തു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഒന്നാമത്തേൽ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രോപ്പർട്ടീസ് പറയണമെങ്കിൽ ആദ്യം സാധനം എന്താവണം, വരക്കണം. ഇതിമെന്ന് നമുക്ക് എന്താക്കാൻ പറ്റുന്നോ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നാണ് പറഞ്ഞത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് മേലെയാണ്, ഇത് താഴെയല്ലേ, ഇത് മേലെയാണ്, ഇത് താഴെയാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അതാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കൊണ്ട് എന്താവണത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പിന്നെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഇത് കോൺവെക്സ് ടു ഒറിജിൻ ആണ് എന്നാ, കോൺവെക്സ് ടു ഒറിജിൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ആകൃതിക്ക് നമ്മൾ പിന്നെന്താ കോൺവെക്സ് എന്നാണ് പറയുക. അതേസമയം ഈ ആകൃതിക്ക് നമ്മൾ കോൺകേവ് എന്നാണ് പറയാം. അപ്പോൾ കോൺവെക്സ് ടു ഒറിജിൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇതാണ് ഒറിജിൻ 0, ഇവിടെയാണ് എന്ത് ഒറിജിൻ എന്ന് പറഞ്ഞ ഭാഗം. ഒറിജിനിലേക്ക് ഇത് കോൺവെക്സ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടോ, ഈ ഭാഗം എന്താണ്, കോൺവെക്സ് ആണ്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും എന്ത്, കോൺകേവ് ടു ഒറിജിൻ. പക്ഷെ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇവിടെ ഞാനിതാ 3 ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടില്ലേ, ഈ 3 ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്തായാലും കൂട്ടിമുട്ടൂല. അതായത് ഇങ്ങനെ ഒന്ന് വരച്ചാൽ ഒന്ന് ഇങ്ങനെയും പിന്നെ ഒന്ന് ഇങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു എന്തുണ്ടാവില്ല, ഒരു സംഗമം. 2 ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും ഉണ്ടാവില്ല. നെവർ ഇൻ്റർസെക്റ്റ് എന്നാട്ടോ പറയാം, നെവർ ഇൻ്റർസെക്റ്റ്. 3 എണ്ണമായി. ഇനി നാലാമത്തെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇതിന് നമ്മൾക്ക് IC1, IC2, IC3 ഇങ്ങനെ പറയാം. IC1 എന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് 1, ഇൻഡിഫറൻസ് കർവ് 2, ഇൻഡിഫറൻസ് കർവ് 3. അതായത് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇതിൽ കിട്ടും, ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം എന്താവും ഇതിന് കിട്ടും. അതായത് ഇത് ഇങ്ങോട്ട് പോകും തോറും നമ്മുടെ സംതൃപ്തി എന്താവും, കൂടി വരികയാണ് ചെയ്യാന്ന്. അപ്പോൾ 4 സംഭവങ്ങൾ എന്താക്കി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത് പറഞ്ഞു, പിന്നെ ഒപ്റ്റിമൽ ചോയ്സ് നമ്മൾ വിശദീകരിച്ചു, അതിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവും വരച്ചു, ബജറ്റ് ലൈനും വരച്ചു, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താക്കി അതും പറഞ്ഞു. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വിശദീകരിച്ച് എന്തായത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.